ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന സെലക്ഷൻ ബേസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അത് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു ബാങ്ക്, ഒരു സേഫ് ഹൗസ്, ഇതെല്ലാം തന്നെ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലാണ്. പോലീസ് സ്റ്റേഷൻ്റെയും സേഫ് ഹൗസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ബാങ്ക് വരുന്നത്. പോലീസ് സ്റ്റേഷൻ്റെയും സേഫ് ഹൗസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ബാങ്ക് വരുന്നത്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോലീസ് സ്റ്റേഷൻ ആൻഡ് സേഫ് ഹൗസ്. പോലീസ് സ്റ്റേഷനും സേഫ് ഹൗസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 times the distance between ബാങ്ക് ആൻഡ് സേഫ് ഹൗസ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 4:1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതായത് പി തൊട്ട് എസ് വരെ 4, പി തൊട്ട് എസ് വരെ 4, ദെൻ ബി തൊട്ട് എസ് വരെ 1. അപ്പൊ ഇതൊന്നാണെങ്കിൽ ഇത് 3 ആയിരിക്കുമല്ലോ. ഇതൊന്നാണെങ്കിൽ ഇത് 3 ആയിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ലൂട്ടിങ് ദ ബാങ്ക് 9:45 AM. ആ ബാങ്ക് ലൂട്ട് ചെയ്തു, കൊള്ളയടിച്ചിട്ട് ഒരു കള്ളൻ 9:15 കൊള്ളയടിച്ചാണ്. അവിടെ നിന്ന് കൊള്ളയടിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാൻ തുടങ്ങി. ഓക്കെ, പോലീസ് 16 km/h ചേസ് ചെയ്യാൻ തുടങ്ങി. ദെൻ പോലീസ്മാൻ ക്യാച്ചസ് ദ തീഫ് അറ്റ് ദ ഗേറ്റ് ഓഫ് സേഫ് ഹൗസ്. പോലീസ്മാൻ കള്ളനെ ഈ ഒരു സേഫ് ഹൗസിന്റെ അവിടെ വെച്ച് ക്യാച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട്? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്യാച്ച് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്കും പോലീസ് സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കള്ളനെ 16 പോലീസ് 16 സ്പീഡിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കള്ളനെ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പി തൊട്ട് എസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് പോയിട്ട് 4 കിലോമീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, അതായത് പി തൊട്ട് എസ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് റേഷ്യോയിൽ 4 യൂണിറ്റ് ആണ്. ഈ 4 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് 4 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന 3 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കും? 3 കിലോമീറ്റർ തന്നെയായിരിക്കും. സോ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.